അലീന 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 അലീന. ഈ നാഷണൽ ബയോളജിക്കൽ പാർക്കിലെ ഈ ബാറ്ററി കൊണ്ടോടുന്ന വണ്ടി പോകുന്ന ഒരു രസം തന്നെയാണ്. അതുപോലെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു അച്ചും കുത്തിത്തരും, എന്നാലേ നമുക്ക് ഇതിനകത്ത് പോകാൻ പറ്റൂ. ഇവിടെ വലുതായിട്ട് മൃഗങ്ങളെ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. 1-2 മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനേക്കാളും ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയത്തിൽ എന്തോരം മൃഗങ്ങളാണ്. ഇവിടെ പിന്നെ പാമ്പ ഉണ്ടായിരുന്നു. ആ പാമ്പൊന്നും കാണാൻ പോയില്ലെങ്കിൽ പാമ്പിനെയൊക്കെ പേടിയാണ്. അവിടെ ഞാനിതിനകത്തിരിക്കുന്ന കണ്ടോ, ഒരു പെൺകുട്ടിയാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അവിടെ എനിക്കങ്ങ് സന്തോഷമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി. ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. ശരിക്കും മൃഗങ്ങളെ കാണുന്നതിൽ ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. നമുക്കിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ പോകാം. ഇനി മൃഗങ്ങളുള്ള സ്ഥലത്തൊക്കെ 1 മിനിറ്റ് നിർത്തും. അപ്പോൾ അതും രസമാണ്. നമ്മളെല്ലാവരും പോകുമ്പോഴും രസം. ഞങ്ങൾ കുടുംബമായിട്ടാണ് പോകുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട് കാണാനായിട്ട്. 1-2 മൃഗങ്ങളൊക്കെ ഉള്ളൂ. ജിറാഫൊക്കെ ഒരെണ്ണം അങ്ങോട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പം അതൊന്നും കാണാൻ ആർക്കും താല്പര്യമില്ല. കാരണം എല്ലാവരും ഈ തിരുവനന്തപുരത്തു നിന്ന് പോയവരല്ലേ. അപ്പം നമ്മൾ ഇതിനെയൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ആർക്കും അത്ര വലിയ താല്പര്യമില്ല. പിന്നെ ഇതാണ് ഒരു ഹൈലൈറ്റ്. നാം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ പോകാം. അതൊരു സന്തോഷമാണ്. ഒരു ജിറാഫ് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അതിങ്ങോട്ടും അടുത്തോട്ടൊന്നും വരത്തൊന്നുമില്ല. അതിങ്ങനെ ദൂരെ നിൽക്കത്തേ ഉള്ളൂ. എൻ്റെ മരുമകളാണെങ്കിൽ അവൾക്ക് അതും കാണണ്ട. അവളും പിന്നെ ആ വണ്ടിക്കകത്തിരിക്കും. അപ്പോൾ പപ്പ അതിലേക്കൂടെ വേറൊരു വണ്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്തു പോയി. അതവളിങ്ങനെ വിളിച്ച് പറയുന്നത്. ഇവിടെ ഓടുന്ന ഈ ബാറ്ററി ജീപ്പുകളെ ഓടിക്കുന്ന എല്ലാം സ്ത്രീകളാണ്. അപ്പോൾ അത് ഒരു രസമാണ്. സ്ത്രീകൾ ഓടിക്കുന്ന വണ്ടിയിൽ ഇങ്ങനെ കയറിപ്പോകാൻ ഒരു രസമാണ്. പിന്നെ ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം വണ്ടിയിൽ. ഞങ്ങളാണെങ്കിൽ തമാശ പറഞ്ഞൊക്കെ പോവുക. അതുപോലെ അങ്ങോട്ട് ചെല്ലുന്ന സ്ഥലത്ത് ഞങ്ങൾ പുലിയെ കണ്ട. സിംഹം അല്ലല്ലോ, ഇത് പുലിയല്ലേ. അതിനൊന്നും വയ്യാന്നേ. അതെല്ലാം ഇങ്ങനെ കിടക്കുക. അതിങ്ങോട്ടൊന്നും വരത്തൊന്നുമില്ല. അതുകൊണ്ട് നിൽക്കുന്ന കണ്ടോ. അതൊക്കെ വയ്യെന്ന് തോന്നുന്നു. ഒന്നും ഒരു ആക്റ്റീവല്ല. എല്ലാം അവിടെ അങ്ങോട്ട് കിടക്കുക. അത് ഒത്തിരി ഒന്നുമില്ല. അപ്പോൾ അതിങ്ങനെ ദൂരെ നിന്ന് കാണാം, അത്രയേ ഉള്ളൂ. അത് മറ്റേ കുറുക്കൻ അതും അങ്ങ് ദൂരെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങ് അടുത്ത വണ്ടിയിൽ കയറി. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേന് നമ്മൾ വണ്ടി മാറി കയറണം. അപ്പോൾ വേറൊരു വണ്ടി കയറി പിന്നെ ഹിപ്പപ്പൊട്ടാമസ് ഉണ്ട്. അത് ആ വെള്ളത്തിലെങ്ങാണ്ട് കിടക്കും. അതിനൊന്നും കാണാൻ പറ്റത്തില്ല. എല്ലാവരും അങ്ങ് മാണ്ട് കിടക്കുക. കണ്ടോ, ഒരു അണ്ണാൻ പോകുന്നു. പിന്നെ പാമ്പിൻ്റെ സ്ഥലത്തോട്ടാണ്. ഞാൻ പാമ്പിൻ്റെ സ്ഥലത്തോട്ട് പോയില്ല. എനിക്ക് പേടിയായതുകൊണ്ട് ഞാനത് വീഡിയോ എടുക്കാനും പോയില്ല. അവിടെ ഒരെണ്ണം ഇരിക്കുന്നു. അത് മറ്റേ മുള്ളം പന്നിയോ അതാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ പോകുന്നവർ വലിയ മൃഗങ്ങളെ ഒന്നും കാണാമെന്നും പറഞ്ഞൊന്നും പോകണ്ട. പിന്നെ ഇങ്ങനെ നമുക്കൊരു രസമാണ്. വണ്ടിയിലൊക്കെ ഒന്ന് കയറാം. അങ്ങനെ നമുക്ക് കാണാം. ഞങ്ങൾ ബസ്സിലാണ് തിരിച്ച് ഐക്യയിലോട്ട് പോയത്. ഐക്യ അറിയാലോ.